everyone. Good afternoon, teacher. Today we are going to learn small story. Which story? The ant and the bird. The ant and the bird. The ant and the bird. ആദ്യമൊക്കെ ഒരു ആന്റിന്റെയും ബേർഡിന്റെയും സ്റ്റോറിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. One day a red ant was thirsty. It went to a river to drink water. എന്ത് ചെയ്തു ഒരു ദിവസം ഒരു ഉറുമ്പ് വെള്ളം ദാഹിച്ചിട്ട് ഇങ്ങനെ വരുമായിരുന്നു. വരുന്ന സമയത്ത് ഒരു റിവർ കണ്ടു. അപ്പൊ റിവറില് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഉറുമ്പ് എന്ത് ചെയ്തു? വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പോയപ്പോ എന്ത് ചെയ്തു? It went to too close and fell into the river. എന്ത് ചെയ്തത്? ഉറുമ്പിന്റെ കാല് വഴുതിയിട്ട് റിവറിലേക്ക് വീണു. A bird sitting on a tree saw this. അപ്പൊ എന്ത് ചെയ്തു? മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ആര് കാണണ്ടായിരുന്നു? മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ആരാ കണ്ടത്? ഒരു പക്ഷി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബേർഡ് കണ്ടു. ഉറുമ്പ് വെള്ളത്തിലേക്ക് വീഴുന്നത് ബേർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറുമ്പ് വീണപ്പോ ഉറുമ്പ് എന്ത് കരഞ്ഞു? ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. സഹായിക്കോ എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് കരഞ്ഞു. നമ്മള് വെള്ളത്തിൽ വീണ എന്താ ചെയ്യാ? സഹായിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മള് നിലവിളിക്കില്ലേ? അതുപോലെ ഉറുമ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും ടേൺ ചെയ്യാം. ഈ പേജ് എടുക്കാം. ഈ പിക്ചർ നോക്കാം. The bird plucked a leaf from the tree and dropped it near the ant. എന്താ ചെയ്ത പക്ഷി എന്ത് ചെയ്തു? ആ മരത്തിൽ നിന്നിട്ട് ഒരു ഇല വലിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഉറുമ്പിനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പക്ഷി പറന്നു വന്നു. അപ്പോഴും ആൻറ്റ് എന്താ ചെയ്യണ്ടായിരുന്നു? ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു അല്ലേ? വെള്ളത്തിൽ മുങ്ങില്ല ആൻറ്റ്. അപ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കരയുന്ന സമയത്ത് ആ പക്ഷി എന്താ ചെയ്തത്? ഒരു ഇല പറിച്ചിട്ട് ഉറുമ്പിന്റെ അടുത്തേക്ക് പറന്നു വന്നു. The ant quickly climbed onto the leaf. It did not drown. The bird saved the ant. എന്താ ചെയ്തത്? അപ്പൊ പെട്ടെന്ന് പക്ഷി ഇല പറിച്ച് ഇട്ടില്ലേ? ഉറുമ്പിന്റെ അടുത്തേക്ക് ഇട്ടില്ലേ? ഇട്ടപ്പോ എന്ത് ചെയ്തു? ഉറുമ്പ് മുങ്ങാണ്ട് വേഗം എന്ത് ചെയ്തത്? ആ എലിയിലേക്ക് കയറിയത് കണ്ട ചിത്രം? എലിയിലേക്ക് മെല്ലെ കയറിയപ്പോ എന്ത് ചെയ്തു? ഉറുമ്പ് രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ടു. അപ്പൊ ഉറുമ്പ് പറയാണ് താങ്ക് യു ഫ്രണ്ട്. എന്താ പറഞ്ഞത് ഉറുമ്പ്? ആരെടുത്താ പറഞ്ഞത്? ബേർഡിന്റെ അടുത്ത് എന്ത് ചെയ്തു? നമുക്കിപ്പോ ഒരാൾ സഹായം ചെയ്താൽ നമ്മൾ എന്താ പറയാ? താങ്ക് യു എന്ന് പറയില്ലേ? അതുപോലെ ഉറുമ്പ് എന്ത് പറഞ്ഞു? താങ്ക് യു ഫ്രണ്ട് പറഞ്ഞു. ഇനി ടേൺ ചെയ്യാം. അടുത്ത എന്താ പിക്ചർ കാണുന്നത്? After a few days, the ant saw a man with a net below the bird's nest. എന്താ ചെയ്തത്? ഒരാള് ഒരു നെറ്റും കൊണ്ട് വരികയായിരുന്നു. അതാര് കണ്ടത്? ആ ബേർഡ് ഇരിക്കുന്ന ചില്ലിന്റെ അടുത്തേക്ക് ഒരാള് നെറ്റും കൊണ്ട് വരികയായിരുന്നു. അയാൾ എന്തിനാ വന്നിണ്ടാവുക? പക്ഷീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് ആരാ കാണുണ്ടായിരുന്നത്? താഴെ നോക്ക് ആരാണെന്ന്. ഉറുമ്പ് അവിടെ നിന്ന് കാണുണ്ടായിരുന്നു. ഒരാള് നടന്നു വരുന്നത്, പക്ഷിയുടെ കൂട്ടിന്റെ അടുത്തേക്ക് വരുന്നത് ആരാ കണ്ടത്? ഉറുമ്പ് അവിടെ ഇരുന്നിട്ട് കാണുണ്ടായിരുന്നു അല്ലേ? Oh no, this man wants to catch the bird, my friend. എന്താ പറഞ്ഞത് ഉറുമ്പ്? അയ്യോ എന്താ ചെയ്യുന്നത്? എന്റെ ഫ്രണ്ടിനെ പിടിക്കാൻ വേണ്ടിട്ട് അയാൾ നെറ്റ് എടുത്തിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഉറുമ്പ് പറയാണ് അല്ലേ? ഫ്രണ്ട് അല്ലേ ബേർഡ് ഉറുമ്പിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ പറയാണ് the ant bite the man on his foot. എന്ത് ചെയ്തത്? എന്റെ ഫ്രണ്ടിനെ പിടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആന്റ് എന്ത് ചെയ്ത്? ഇയാൾ നെറ്റ് കൊണ്ട് ബേർഡിനെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. അപ്പൊ ഉറുമ്പ് എന്ത് ചെയ്ത്? വേഗം വന്നിട്ട് ഉറുമ്പ് അയാളുടെ കാലിൽ കടിച്ചു. കടിച്ചപ്പോ എന്തായി? The man threw the net down. എന്ത് ചെയ്ത്? ഞാൻ എന്താ ചെയ്ത്? ആ നെറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്തല്ല ഉറുമ്പ് കടിച്ചപ്പോ ആ നെറ്റ് താഴെക്കിട്ടു. താഴെക്കിട്ടു. The bird flew away. The ant saved the bird. എന്താ ചെയ്തത്? ആന്റ് ആരിനെ സഹായിച്ചു? ബേർഡിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്തല്ല ആന്റ് കടിച്ചത് അയാളെ. ആന്റ് കടിച്ചപ്പോ എന്ത് ചെയ്ത? ആ പക്ഷി പറന്നുപോയപ്പോ അത് രക്ഷപ്പെട്ടോ? അയാൾ നിന്നിട്ട് രക്ഷപ്പെട്ടു അല്ലേ? അപ്പൊ ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മറ്റാൾക്കാർക്ക് പിടിക്കാൻ പാടില്ല.
അപ്പൊ നമുക്ക് ഇതിലൊരു മോറൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ സഹായിക്കാവുന്നതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ സഹായിക്കാതിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ ചഞ്ചല ഒരു പെൻസിൽ കൊണ്ടുവന്നില്ല, അപ്പൊ ധ്രുവ ഒരു പെൻസിൽ തന്നാലല്ലേ നിനക്ക് ഫ്രണ്ട് ആവുള്ളൂ, ധ്രുവ ഒരു ഫ്രണ്ട് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ അവള് ഞാൻ തരില്ല നിനക്ക് പെൻസിൽ പറഞ്ഞാൽ അത് ഫ്രണ്ട് ആണോ? അല്ല. ഇപ്പൊ നമുക്ക് നമുക്ക് ഒരാളെ സഹായിക്കുമ്പോഴാണ് നമ്മളത് നല്ല ഫ്രണ്ട്സ് ആണോ അല്ലേ? അതാണ് ഇപ്പൊ കഥയിൽ പറയുന്നത്. ഇപ്പൊ ഫ്രണ്ട്സ് ആയില്ലേ? ഇപ്പൊ ആരാ ഫസ്റ്റ്? ആൻഡ് അല്ലേ സഹായിച്ചത്? അല്ല, ആൻഡിനെ ആരാ സഹായിച്ചത് ഫസ്റ്റ്? ബേർഡ് സഹായിച്ചു അല്ലേ? ബേർഡ് സഹായിച്ചു. ആൻഡ് വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് ബേർഡ് വന്നിട്ട് സഹായിച്ചു. അതിനുശേഷം ആരാ സഹായിച്ചത്? ആൻഡ് ബേർഡിനെ പിടിക്കാൻ വന്നപ്പോ ആൻഡല്ലേ സഹായിച്ചത് ബേർഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. അപ്പോഴാണ് അവര് ഗുഡ് ഫ്രണ്ട്സ് ആയത് അല്ലെ. അപ്പൊ ആവശ്യമുള്ളപ്പോ സഹായിക്കുന്നതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ? ഇഷ്ടപ്പെട്ടോ സ്റ്റോറി?